നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് വിശന്നോണ്ട് ഞാൻ കഴിച്ചു. ചേച്ചി ഇനിയൊന്നും കഴിക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണോ? വിശപ്പ് തോന്നില്ല മോളെ. ഇനി ഉടനെ ഒന്നും ചേച്ചിയുടെ തൊണ്ടയിലൂടെ ഒന്നും ഇറങ്ങില്ല. അവരെന്തെങ്കിലും കുഴപ്പമായി വരുമെന്നുള്ള പേടിയാണോ ചേച്ചിക്ക്? ചേച്ചി മനഃപൂർവ്വം അവരെ അടിച്ചതല്ലോ. ഹർഷ അടിച്ചപ്പോ അറിയാതെ അവരുടെ മുഖത്ത് കൊണ്ടല്ലേ. അതൊന്നും ആരും വിശ്വസിക്കില്ല മഞ്ചാടി. ഒരാളെ കൊന്നാ പോലും എന്തിനു കൊന്നൂന്നറിഞ്ഞിട്ടേ കോടതി പോലും പ്രതിക്ക് ശിക്ഷ വിധിക്കും. എന്റെ കാര്യത്തിൽ അതുപോലും. ഇതുവരെ കൂടെ നിന്നവര് പോലും അമ്മയെ തല്ലിന്ന് കേട്ടപ്പോ മുഖം തിരിച്ചു. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. സ്വന്തം അച്ഛനും അമ്മയും കഴിഞ്ഞല്ലേ ബാക്കി എല്ലാവരും ഉള്ളൂ. എന്തായാലും അവരൊക്കെ വീണ്ടും ഒന്നായല്ലോ. ഇനി ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കേണ്ടവള് ഞാനാ. ഇന്ദ്രേട്ടനും അവരുടെ വാക്കേട്ട് പോകുന്നാണോ ചേച്ചി പറയുന്നത്? എന്താ സംശയം? ഇന്ദ്രേട്ടൻ പോകുന്ന മാത്രമല്ല, വിചാരണയില്ലാതെ എന്നെ ശിക്ഷിക്കാൻ ചെയ്യും. മിക്കവാറും ഈ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കുകയാവും ആ ശിക്ഷ. നമുക്കിപ്പൊ തന്നെ രഘുവേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞ് പഞ്ചരത്നത്തിലേക്ക് പോയാലേ ചേച്ചി? അത് കൂടുതൽ അപകടമാ മഞ്ചാടി. അമ്മയെ അടിച്ചതിന് പകരം ചോദിക്കാൻ ഇന്ദ്രേട്ടൻ അങ്ങോട്ട് വരും. അച്ഛന്റെ മുന്നിൽ വെച്ച് ഇന്ദ്രേട്ടൻ എന്നെ തല്ലിയ നമ്മുടെ അച്ഛൻ അത് സഹിക്കുമോ മോളെ? ദൈവമേ, ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയായല്ലോ. അതെ മഞ്ചാടി, ഈ പ്രതിസന്ധി ഇവിടെ വെച്ച് തന്നെ തീരണം. എന്നിട്ട് ഞാനിവിടെ നിന്ന് എങ്ങോട്ടുള്ളൂ. നീ വേണമെങ്കിൽ നാളെ തിരിച്ചു പോയിക്കോ മഞ്ചാടി. ഇല്ല ചേച്ചി, ചേച്ചി ഇവിടെ തനിച്ചാക്കി ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. വരുന്നൊക്കെ നമുക്ക് ഒന്നിച്ച് നേരിടാം. നാളെ ഞാൻ കോളേജിൽ പോലും പോവാതെ ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കും. നീ ബാക്കിയുള്ള ആഹാരമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നോ? ഇല്ല, ചേച്ചിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാലോ? ഇല്ല, മോളതെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്തോ. നമുക്ക് കിടക്കാം. ശരി ശരി ചേച്ചി. ഞാൻ വിചാരിച്ചത് സത്യനും സോനയും അവിടെ വന്ന സ്ഥിതിക്ക് അവരാ പ്രശ്നം അപ്പൊ തന്നെ സോൾവ് ചെയ്യുന്നു. ഇന്ദ്രൻ മധുരയിലേക്ക് പോയത് അവരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നല്ലോ. അങ്ങനെ അനു എന്നോട് പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോ അമ്മയും മക്കളും ഒന്നായില്ലേ. ഇനി ഇന്ദ്രൻ വന്നാലും അവനും അവരോടൊപ്പം നിൽക്കുള്ളൂ. അനു മാത്രം പിന്നെയും ഒറ്റപ്പെടും. വിനയൻ ഇന്നലെ തന്നെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ ഇടപെട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോ അമ്പിളി മഞ്ചാടി വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം തന്നെ അറിയുന്നത്. അവസാനം അവിടെ എന്താ സംഭവിച്ചത് എനിക്ക് അറിയില്ലല്ലോ സാർ. അതിനു മുമ്പ് അനുപമ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞല്ലോ. പിന്നെ ഇന്നലെ അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. മാമനാണെങ്കിൽ മരുന്ന് വാങ്ങിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ നിന്നില്ല, നേരെ വീട്ടിലോട്ട് പോയി. രഘുവേട്ടാ, നമുക്കിപ്പൊ തന്നെ അനുവിന്റെ അടുത്തേക്കൊന്ന് പോണം. അവൾക്ക് ധൈര്യം കൊടുക്കാൻ ഇപ്പൊ നമ്മൾ അവിടെ ഉണ്ടാവണം. മോളെ അമ്പിളി, അവൾക്കിപ്പോ ധൈര്യവും വാശിയൊന്നും അല്ല പകർന്നു കൊടുക്കേണ്ടത്. ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കാനുള്ള വിവേകവും ബുദ്ധിയുമാണ്. സംഭവിച്ചിരിക്കുന്നത് നിസ്സാര കാര്യമല്ല. അമ്മായിയമ്മയെ മരുമോൾ അടിച്ചെന്ന് ആര് കേട്ടാലും എന്തിനടിച്ചെന്നുള്ള ചോദ്യമല്ല ആദ്യം ഉണ്ടാവുക. മരുമകൾ ശരിയല്ല എന്ന നിഗമനമാണ്.
അനുപമ അവരെ മനഃപൂർവ്വം അടിച്ചില്ലെന്ന കാര്യം ഉറപ്പാ. അത് ഞാൻ കണ്ടതാ. ഹർഷയെ രക്ഷിക്കാൻ വേണ്ടി സുശീല ആന്റി മനഃപൂർവ്വം ഇടയിൽ കയറി വന്നതാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും സാക്ഷി പറയാൻ തയ്യാറാ. നീ പറയുന്ന ആരും വിശ്വസിക്കില്ലെന്ന് അവരപ്പം തന്നെ പറഞ്ഞതല്ലേ? നിന്നോട് അതിൽ ഇടപെടണമെന്ന് സത്യം പറഞ്ഞില്ലേ? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനുവിന്റെ കൈ അവരുടെ മുഖത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് അമ്മായി അമ്മയെ മരുമകൾ അടിച്ചതായിട്ടേ ആരും കാണുള്ളൂ. അതെ, ഇതിപ്പോ എന്ത് ചെയ്യും രഘുവേട്ട? സത്യനും സോനയും അവരുടെ അമ്മയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയ സ്ഥിതിക്ക് ഇന്ദ്രനും ഇനി അവര് പറയുന്നതല്ലേ വിശ്വസിക്കൂ? അവനാണെങ്കിൽ അമ്മയ്ക്ക് നൊന്തു നിറഞ്ഞ കണ്ണു കാണാത്തവനാ. അങ്ങനെയുള്ള മകന്റെ മുമ്പിൽ കരഞ്ഞു കാണിച്ച ഇന്ദ്രൻ അനുവിനെ പോയി കൊല്ലാനും മതി. ഏയ് അതൊന്നുമില്ല. ഇന്ദ്രൻ അത്ര ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല. അവന്റെ അമ്മയിപ്പോ അവൻ കുറെയൊക്കെ മനസ്സിലാക്കി കാണും. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ചാവാനും കൊല്ലാനൊന്നും അവൻ നിൽക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇന്ദ്രനെ ആദ്യമേ വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിച്ച് അനു അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത് നല്ലതായിരിക്കും. അതിലും നല്ലത് ഇന്ദ്രൻ അറിയും മുമ്പ് ഈ പ്രശ്നം ഒതുക്കി തീർക്കുന്നതായിരിക്കും. വിനയ, അനു നേരിട്ട് പോയി സുശീലയെ കണ്ട് സംസാരിക്കണം. അറിയാതെ പറ്റിയ അബദ്ധമാണെന്ന് തുറന്ന് സമ്മതിച്ച് ക്ഷമ ചോദിക്കണം. സത്യനും സോനയ്ക്കും അനുപമയോട് ക്ഷമിക്കാൻ അത് മതിയാവും. പിന്നെ അവരും കൂടി അമ്മയോട് സംസാരിച്ച സുശീലയ്ക്ക് ക്ഷമിക്കേണ്ടി വരും. പക്ഷേ അനുദിന് തയ്യാറാവുമെങ്കിൽ നമുക്ക് പോയി അവളോടൊന്ന് സംസാരിച്ചാലോ രഘുവേട്ട? അത് വേണ്ട മോളെ. അനുപമേ, ഞാൻ കണ്ട് സംസാരിക്കാം. അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒരാൾ സംസാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശരിയല്ല? എവിടെയാ നോക്കുന്നേ? നമുക്ക് പാപ്പം കുച്ചാം. പാപ്പം കുച്ചാട്ടോ. പാപ്പം കുച്ചേ. വാ പാപ്പം കുച്ചേ. അമ്മമ്മമ്മം അമ്മമ്മമ്മം അമ്മമ്മമ്മം. ഡാ ശബരി, ചായ. ആ അമ്മയുടെ വാവേ. അച്ഛന് ഇത്ര നേരമായിട്ട് പുറത്ത് കണ്ടില്ല. ഏട്ടത്തി എഴുന്നേറ്റില്ല ഇതുവരെ? പിന്നെ അച്ഛൻ അത് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയി. ആ ദേ ചായ ഇവിടെ വെക്കാണ്. ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ടാവും അച്ഛൻ ഇങ്ങോട്ട് വരാത്തത്. ഞാനേ മോനെ കൊണ്ട് മോളോട്ട് പോട്ടെ ശബരിയേട്ട. അതെന്തിനാ? നിന്നോട് അച്ഛന് ദേഷ്യമൊന്നും കാണില്ല. നിനക്കും അച്ഛനോട് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. എനിക്ക് ആരോടും ദേഷ്യവും പരിഭവം ഒന്നുമില്ല ശബരിയേട്ട. എല്ലാം എന്റെ എടുത്തുചാട്ടം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ അച്ഛന് ചായ കൊണ്ട് കൊടുക്കുമ്പോ ശബരി അന്വേഷിച്ചെന്ന് പറയാം. അത് വേണ്ട. ആ ചായ എന്താ? അച്ഛന് ചായ ഞാൻ കൊണ്ടു കൊടുത്തോളാം. ദേ, ഞാൻ അച്ഛനൊന്ന് കണ്ടിട്ട് വരാം. നീ മോനെയും കൊണ്ട് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ.